ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു വെറൈറ്റി കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നമ്മൾ മീനില്ലാണ്ടും മീൻ കറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ചതയ്ക്കാനായിട്ട് ഞാൻ ഉള്ളി, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ മൺചട്ടിയിൽ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റേണ്ട. ഇതിൽ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി നല്ല മണമാട്ടെ. അപ്പോൾ ഈ സമയത്ത് ആ ഇഞ്ചിയും ഉള്ളിയും വെളിച്ചെണ്ണയുടെയൊക്കെ മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ മീൻ കറിയും വെക്കുമ്പോൾ ചെയ്യാറ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ സവാള, തക്കാളി, പച്ചമുളക് 3 എണ്ണം, തക്കാളി 2 എണ്ണം, സവാള 1 എണ്ണം കേട്ടോ. പിന്നെ ഈ വക കറിക്ക് ഇത്തിരി പുളി വേണം. അപ്പം ഞാൻ കുടപ്പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ പുളി മാത്രം മതിയെങ്കിൽ തക്കാളി മാത്രം ആഡ് ചെയ്താൽ മതി. കുടപ്പുളി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ടേസ്റ്റാണ് ഇങ്ങനത്തെയൊക്കെ കറികൾക്ക് കേട്ടോ. പിന്നെ നാളികേരം അരച്ചതും ചേർക്കുന്നുണ്ട്, നാളികേരം പാലും ചേർക്കുന്നുണ്ട് ഞാനിതിൽ. അപ്പം ഞാൻ നാളികേരം അരച്ചെടുത്തതിലാണ് ഞാനിത് കറി വേവിച്ചെടുക്കണത്. അപ്പം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പം നന്നായി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ സുവിധാസ് കുക്കിംഗ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർക്ക് അത് കാണാം. അപ്പോൾ ഞാനിതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ പാൽ ഇത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അവസാനം തൻപാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ച എന്താ പറയുക, നാളികേര പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ തിളച്ച് വരുമ്പോൾ ഉപ്പൊന്നും നോക്കാം കേട്ടോ. ഉപ്പ് ഒത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പം പുട്ടിൻ്റെ ഒപ്പം വരെ കഴിക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിൽ ഒട്ടും എന്താ പറയുക വെള്ളം ചേർക്കാണ്ട് എടുത്ത തൻപാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ മധുരം ആഡ് ചെയ്യുന്ന കാട്ടണില്ല, കാരണം എൻ്റെ പാലിന് നല്ല ഇങ്ങനെ നാളികേര പാലിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുപ്പോൾ ആവശ്യത്തിന് ഒരു മധുരം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ സാധാ പോലെ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും ഒഴിച്ച് കൊടുത്തൊന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.